ആളുകൾ ഉണ്ടായിരുന്നു. എത്ര പേർ അവിടെ എത്തി അർജുനായി കാത്തിരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ വീടിൻ്റെ പരിസരത്ത്, സ്വന്തം വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്ന സ്ഥലത്ത് അർജുൻ ചിതയായി എരിയുകയാണ്. ടോം സങ്കടക്കാഴ്ചകളാണ് ചുറ്റും. നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രതിനിധികളും അവിടെ തയ്യാറാണ്. ടോമുണ്ട്, ഹോബിയുണ്ട്, അനുമോദുണ്ട്, MS അനീഷ് കുമാർ ഉണ്ട്, KV ബൈജുവുമുണ്ട്. ബൈജുവും അല്പസമയത്തിനാണ് തന്നെ ചേരും. ടോം ഈ പറഞ്ഞതുപോലെ സങ്കടക്കാഴ്ചകളാണെങ്കിലും രാവിലെ മുതൽ തന്നെ നമ്മളത് കാണുന്നുണ്ട്. ഒരുപാട് പ്രതികരണങ്ങളും കേൾക്കുന്നുണ്ട്. അങ്ങനെ അർജുൻ വിടവാങ്ങുമ്പോൾ ഇപ്പോഴും അവിടെ തുടരുകയായിരിക്കണം അർജുനെ സ്നേഹിക്കുന്നവർ, പ്രധാനപ്പെട്ട ആളുകളൊക്കെ. ആ കുടുംബത്തിന് ആശ്വാസമായി വൈകിട്ടൊരു പ്രധാനപ്പെട്ട ഒരു അനുസ്മരണ യോഗം കൂടി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. മറ്റു വിവരങ്ങൾ രഞ്ജിത്ത്, ജൂലൈ 16 ഷിരൂരിലെ ഗംഗാവാലി പുഴയിൽ അർജുൻ മണ്ണിടിച്ചിലിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ നമ്മൾ മാധ്യമങ്ങളെല്ലാം ഇതറിഞ്ഞ ശേഷം ഷിരൂരിൽ മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം പോയിരുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അടക്കമുള്ളവർ അവിടെ ചെന്നതാണ്. നമുക്കറിയാം, ആ സമയങ്ങളിലൊക്കെ അർജുനെ ജീവനോടെ ലഭിക്കുമെന്ന് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആദ്യ ഒരാഴ്ച ആ പ്രതീക്ഷയുടെ ഒരാഴ്ചയായിരുന്നു. അന്ന് അർജുൻ്റെ ലോറി എന്ന് തോന്നുന്ന എന്തോ ഒന്ന് കണ്ടെത്തിയെന്ന് അറിഞ്ഞപ്പോൾ അർജുൻ്റെ കുടുംബം മാത്രമല്ല, കേരളമൊക്കെ വലിയ പ്രതീക്ഷയോടെ, വലിയ ആഹ്ലാദത്തോടെ അതിനെ നോക്കിക്കണ്ടെങ്കിൽ, പക്ഷേ അവിടെ അത് അർജുൻ്റെ ലോറി അല്ല എന്ന് പിന്നീട് തിരിച്ചറിയുന്നു. അന്ന് നിരാശയിലാണ്ട മലയാളികളാണ്, കുടുംബമാണ്. ഇന്ന് ആ നിരാശ വലിയ ദുഃഖമായി മാറുന്നു. ഇന്നലെ രാത്രിയാണ് കൊച്ചിയിൽ നിന്ന് ന്യൂസ് 18 സംഘം, അതായത് ഞാൻ ഉൾപ്പെടുന്ന ന്യൂസ് 18 വാർത്താ സംഘം ഇവിടെ എത്തുന്നത്, ഈ അർജുൻ്റെ വീട്ടിലെത്തുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MS അനീഷ് കുമാറൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെയുണ്ട്. ഈ അർജുൻ്റെ നാട്ടുകാരുടെ, വീട്ടുകാരുടെയൊക്കെ ആ കണ്ണീരൊപ്പുന്ന ആ ഒരു കണ്ണീരൊപ്പാൻ വേണ്ടി ഇവിടെ എത്തുന്ന ആളുകളുടെ ഒക്കെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ പുറത്തുവിട്ടതാണ്. പക്ഷേ ഇന്ന് കാണാൻ കഴിഞ്ഞത് അതിനപ്പുറമുള്ള വികാരനിർഭരമായ കാഴ്ചകളാണ്. കാരണം പുലർച്ചെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും അർജുന് യാത്രാമൊഴി നൽകാൻ എത്തിയവരെ, അത് കോട്ടയം ജില്ലയിൽ ഉള്ളവരുണ്ടായിരുന്നു, ആലപ്പുഴ, തൃശ്ശൂർ, വയനാട്, അങ്ങ് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവർ മുതൽ ഈശ്വർ മൽപെ, കർണാടകയിൽ നിന്ന് ഈശ്വർ മൽപെ, കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ഉൾപ്പെടെയുള്ളവർ അർജുന് യാത്രാമൊഴി നൽകാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എത്തിയെങ്കിൽ ആ അർജുനെ, ഈ കുടുംബത്തെ നമ്മൾ, അതായത് മനുഷ്യ സ്നേഹികൾ എത്രത്തോളം നെഞ്ചിലേറ്റി എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണിത്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ സാധാരണ ഒരു മനുഷ്യന് കൊടുക്കുന്ന, സാധാരണക്കാരനായ ഒരു മനുഷ്യന് കൊടുക്കുന്ന ഒരു യാത്രയപ്പല്ല. സാധാരണഗതിയിൽ നമുക്കറിയാം, വലിയ രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകർ അല്ലെങ്കിൽ സെലിബ്രിറ്റികളൊക്കെ മരിക്കുന്ന സാഹചര്യത്തിൽ മാത്രം കാണുന്ന കാഴ്ചകളാണ്. അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ഒരു ജനക്കൂട്ടമായിരുന്നു ഇവിടേക്ക് ഒഴുകിയെത്തിയത്, ഈ കണ്ണാടിക്കൽ എന്ന ഈ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഒരുപക്ഷെ ഈ ഗ്രാമം ഇനി അറിയപ്പെടുക അർജുൻ്റെ ഗ്രാമം, അർജുൻ്റെ നാട് എന്ന് തന്നെയായിരിക്കും. കാരണം അർജുനെക്കുറിച്ച് നമ്മൾ കേട്ടറിവ് മാത്രമാണ്. ഇവിടെ എത്തിയവരെല്ലാം കേട്ടറിഞ്ഞ്, നമ്മൾ വാർത്തയിലൂടെ മാത്രം കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയവരാണ്. ഒരുപക്ഷെ ഈ അർജുനെ കാണാതായി എന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത്, വാർത്തകൾ പുറത്തു വന്നു. അതിനുശേഷം മാധ്യമപ്രവർത്തകരായ നമ്മളെ കാണുമ്പോൾ നമ്മുടെ പരിചയത്തിലുള്ളവർ പലപ്പോഴും ചോദിക്കുന്നത്, അതായത് വയനാട് ദുരന്തമുണ്ടായത്, കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമുണ്ടായപ്പോഴും ആളുകൾക്ക് അറിയേണ്ടിയിരുന്നത് അർജുനെ കണ്ടെത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ്. ഒരുപക്ഷെ എന്നോടും രഞ്ജിത്തിനോടും അല്ലെങ്കിൽ MS അനീഷ് കുമാറിനോടും അനുമോദൊക്കെ നമ്മളൊക്കെ ഈ ചോദ്യം നേരിട്ടിട്ടുണ്ട്. കാരണം നമുക്ക് പോലും ഉത്തരം കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു അനിശ്ചിതത്വം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരാഴ്ച മുൻപ് ഈ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിയപ്പോൾ അവിടെ അത്ര വലിയ ആത്മവിശ്വാസം കുടുംബം പ്രകടിപ്പിച്ചു. മനാഫ്, ലോറിയുടെ ഉടമ മനാഫ് പറഞ്ഞു, ഇവിടെ അർജുന ഉണ്ട് എന്ന് അവർ തർപ്പിച്ചു പറഞ്ഞത് അർജുനെ കിട്ടുമെന്ന ആ ഒരു ആത്മവിശ്വാസത്തിന് പുറത്തായിരുന്നു. അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞത് തന്നെ. കാരണം ആ കുടുംബം, അർജുൻ്റെ സഹോദരി അവസാനമായി പറഞ്ഞത്, എൻ്റെ സഹോദരൻ തിരികെ വരില്ല, അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, പക്ഷേ അവൻ്റെ ശരീരഭാഗമെങ്കിലും കിട്ടണം, കാരണം അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി അതെങ്കിലും കിട്ടണമെന്ന ആ ഒരു പ്രാർത്ഥന, ആ സഹോദരിയുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയ്ക്കൊപ്പം കേരളം ഒന്നടങ്കം നിലയുറപ്പിക്കുന്നു. അവരെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്ന് നമുക്കിവിടെ
കാണാൻ കഴിഞ്ഞത് വേറെ വൈകാരികമായിട്ടുള്ള, പ്രത്യേകിച്ച് അന്ത്യകർമ്മങ്ങളിൽ കാണാൻ കഴിഞ്ഞത് വളരെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. കാരണം ഇല്ലാതായ, കരഞ്ഞ് കണ്ണീര് ഇല്ലാതായ കുടുംബം. പക്ഷേ അവസാന മണിക്കൂറുകളിൽ അർജുൻ്റെ മകൻ്റെ വിങ്ങിപ്പൊട്ടിയുള്ള കരച്ചിലുണ്ട്. ഒരുപക്ഷെ അവിടെ നിന്ന ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല. അവന് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം അവൻ്റെ അച്ഛൻ ഇനി തിരിച്ചു വരുമോ ഇല്ലയോ എന്ന കാര്യം പോലും അറിയില്ലായിരിക്കാം. പക്ഷെ അവൻ കരഞ്ഞത് എല്ലാവരും, അവൻ്റെ അമ്മ കരയുന്നു, അവൻ്റെ ആൻറ്റിമാര് കരയുന്നു, അവൻ്റെ ഉറ്റവരൊക്കെ കരയുന്നത് കണ്ടിട്ടാകാം. അതല്ലെങ്കിൽ അവൻ്റെ അച്ഛനെ അവനെ കാണാൻ പോലും കഴിയും. ചിത്രങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ ഇതിൻ്റെ ഓർമ്മകളിൽ മാത്രമുള്ള അച്ഛൻ, അല്ലെങ്കിൽ കളിപ്പാട്ടത്തിൻ്റെ രൂപത്തിലുള്ള അച്ഛൻ. ആ ലോറി ഇപ്പോഴും ആ കളിപ്പാട്ടം ആ ലോറിയിൽ നിന്നും ക്യാബിൽ നിന്നും കണ്ടെത്തിയപ്പോൾ അതൊരു പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ വലിയൊരു വിങ്ങലായിരുന്നു. അർജുൻ എന്ന വ്യക്തിയുടെ ഒരു ഓർമ്മകൾ ഒരു പക്ഷേ ഇതുപോലുള്ള ലോറിയിലും, അല്ലെങ്കിൽ അന്ന് അവസാനമായി കിട്ടിയ ഫോണുമൊക്കെയാണ് ഇനി ഒരു അവശേഷിപ്പ്, ഓർമ്മകളുടെ ഒരു അവശേഷിപ്പ് അർജുൻ്റെ. പക്ഷെ അതിലും അപ്പുറം ഓരോരുത്തരുടെയും മനസ്സിൽ, ഈ പ്രദേശത്തെ ഇവിടുത്തെ നാട്ടുകാരുടെയൊക്കെ മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ അർജുൻ എന്നും ഉണ്ടാകും. കാരണം അത്രയധികം നമ്മൾ ഓരോരുത്തരും അർജുനെയും അർജുൻ്റെ കുടുംബത്തെയും സ്നേഹിച്ചിരുന്നു എന്നത് തന്നെയാണ് ഒരു സത്യമായിട്ടുള്ള, ഒരു വസ്തുതയായിട്ടുള്ള കാര്യം. രഞ്ജിത്ത്, അർജുൻ അങ്ങനെ ജീവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ തടിച്ചുകൂടിയ ആളുകളുടെ ഓർമ്മകളിൽ മാത്രമല്ല, അർജുനെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ. അവിടെ തൊട്ടടുത്ത് ചിത എരിയുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് ഭവ്യ ഉള്ളത്. ഭവ്യ ഒരുപക്ഷെ ഭവ്യയിലേക്ക് വരാം. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അനീഷ് കൂടി അവിടെ ഉണ്ട്. ഞാൻ രാവിലെ അനീഷിനൊപ്പം ടോമുണ്ട്. രാവിലെ നമ്മൾ അനീഷ് ഈശ്വർ മൽപ്പയെ ആശ്ലേഷിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലാണ്. കാരണം അത്രത്തോളം നമ്മൾ അത്ര ആളുകളെ കൂടി ഓർക്കണം ഈ അവസരത്തിൽ. ആരുടെയും പ്രേരണയില്ലാതെ, ആരുടെയും നിർബന്ധമില്ലാതെ, ആരും ആവശ്യപ്പെടാതെ അർജുൻ എന്ന സാധാരണക്കാരന് വേണ്ടി ശിരൂർ പുഴയുടെ ആഴങ്ങളിൽ തിരഞ്ഞവർ, അവിടെ കാത്തിരുന്നവർ, നേതൃത്വം നൽകിയ രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ള ആളുകളെ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ അനീഷ് നമ്മളോട് പങ്കുവെക്കും.